നിയമസഭയിൽ ബജറ്റ് സമ്മേളനം ആരംഭിച്ചു കഴിഞ്ഞു. ധനമന്ത്രി അടുത്ത സാമ്പത്തിക വർഷത്തെ ബജറ്റ് തയ്യാറെടുപ്പുകളും തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച വാർഷിക പദ്ധതി നടത്തിപ്പ് എങ്ങും എത്തിയില്ല. സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ 43% പദ്ധതി നടത്തിപ്പ് മാത്രമാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. നടപ്പ് സാമ്പത്തിക വർഷം അവസാനിക്കാൻ 2 മാസവും 10 ദിവസവും മാത്രം. എന്നാൽ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച പദ്ധതി നിർവഹണം പകുതി പോലും പൂർത്തിയായിട്ടില്ല. ആ കണക്ക് ഇങ്ങനെ: പദ്ധതികൾക്കായി 2024-25 സാമ്പത്തിക വർഷത്തിൽ വകയിരുത്തിയത് 38,886 കോടി 91 ലക്ഷം രൂപ. കഴിഞ്ഞ ദിവസം വരെ ചെലവഴിച്ചത് 16,616 കോടി രൂപ. അതായത് പ്രഖ്യാപിച്ചതിൽ വെറും 43% മാത്രമാണ് ചെലവഴിച്ചത്. പദ്ധതികൾക്കുള്ള കേന്ദ്രവിഹിതം ചെലവഴിക്കുന്നതിലും മെല്ലെപ്പോക്ക് തന്നെ. ആകെ 8,516 കോടി 91 ലക്ഷം രൂപ വകയിരുത്തി. എന്നാൽ ചെലവഴിച്ചത് 43% മാത്രം. വിവിധ വകുപ്പുകളുടെ സാഹചര്യം പരിശോധിച്ചാൽ ഗ്രാമവികസനത്തിനായി മാറ്റിവെച്ചത് 7,190 കോടി രൂപ, ചെലവഴിച്ചത് 3,164 കോടി രൂപ മാത്രം. ഇനി 56% പൂർത്തിയാകാനുണ്ട്. കാർഷിക വികസനത്തിന് 1,926 കോടി രൂപ, ചെലവഴിച്ചത് 39% മാത്രം. ജലസേചന വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് വകയിരുത്തിയത് 595 കോടി രൂപ, 245 കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചത്, അതായത് 41%. ഏറ്റവും കുറവ് ഊർജ്ജ വകുപ്പിലാണ്. 1,150 കോടി രൂപ വകയിരുത്തി, ചെലവഴിച്ചത് 1.5 കോടി രൂപയിൽ താഴെ മാത്രം, അതായത് 0.13% മാത്രം. സർക്കാരിന്റെ അഭിമാന പദ്ധതിയാണ് ലൈഫ് പദ്ധതി. വർഷം 692 കോടി രൂപ ഇതിനായി വകയിരുത്തി, ചെലവഴിച്ചത് 121 കോടി 79 ലക്ഷം രൂപ മാത്രം, അതായത് വെറും 17%. വൻകിട അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കായി 300 കോടി 73 ലക്ഷം രൂപ വകയിരുത്തി. ഇതുവരെ ഇതിൽ ഒന്നും ചെലവഴിച്ചിട്ടില്ല. KSEBിക്ക് അനുവദിച്ച തുകയിലും ഒന്നും ചെലവഴിച്ചിട്ടില്ല. 2018 ശേഷം കഴിഞ്ഞ 6 വർഷവും 70% മാത്രമേ പദ്ധതി വിഹിതം ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇത്തവണ 50% വരെ പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കാൻ സംസ്ഥാന സർക്കാർ അനൗദ്യോഗികമായി തീരുമാനിച്ചും കഴിഞ്ഞു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ. ഒരുപക്ഷെ പൊതുമരാമത്ത്, ഇറിഗേഷൻ അടക്കമുള്ള നിർമ്മാണ പദ്ധതികളിൽ ബിൽ ഡിസ്കൗണ്ടിംഗ് സംവിധാനത്തെ സർക്കാർ ഈ വർഷം ആശ്രയിച്ചേക്കും. എന്നാൽ മറ്റു വകുപ്പുകളിലെ പദ്ധതി നിർവഹണം എങ്ങനെ പൂർത്തിയാക്കും എന്നുള്ള ചോദ്യമാണ് ഇപ്പോഴും ബാക്കിയാകുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. അപ്പോൾ അടുത്ത ബജറ്റ് വരാനിരിക്കെയാണ് കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച വാർഷിക പദ്ധതി നടത്തിപ്പ് എങ്ങും എത്തിയില്ല എന്നുള്ള വളരെ വിശദമായൊരു റിപ്പോർട്ട് ഉമേഷ് ബാലകൃഷ്ണൻ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.